നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ശാലിനി മോളെ ഈ സമയത്ത്? അമ്മ കിടന്നോ? ഇല്ല, അകത്തുണ്ട്. എന്താ നീ ഇങ്ങ പോകുന്നത്? മോളെവിടെ? അവൾ ഉറങ്ങി. ശാലിനി, എന്തു പറ്റിയെന്ന് പറ. നിന്റെ മുഖമൊക്കെ കടുത്തിരിക്കുന്നല്ലോ. സത്യാമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നം ഉണ്ടാക്കുന്നത് സത്യാമ്മയല്ല, അമ്മയുടെ ഇളയ മോള് ശ്യാമയാ. ശ്യാമയാ? പെരും കള്ളി തന്നെ. ഇടി കള്ളിയോ? നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സംസാരിക്കും അമ്മേ, സംസാരിക്കും. ശാലിനി, അവക്കവിടെ ഒരു അസുഖവും ഇല്ല. വെറുതെ ഒരു നാടകം കളിച്ചതാ എന്നെ അവിടെ താമസിപ്പിക്കാൻ. നാടകോ? എന്ത് പറ്റി മോളെ? കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നു, അതേ അളവിൽ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് കുഞ്ഞേച്ചിയും അകന്നു പോയിക്കൊണ്ടിരിക്കുക. അത് മാറണം. അതിന് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. ശ്യാമ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പാവം പെണ്ണല്ലേ അവള്. എന്ത് പാവം അമ്മ, എന്നോട് അവൾ വിളിച്ചത്. അത് എനിക്ക് സങ്കടം. അല്ലെങ്കിൽ അവക്ക് എന്നോടെങ്കിലും തുറന്നു പറയായിരുന്നില്ലേ? നടന്നു. ഇതിലിപ്പോ അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യൂ. എടി, നിന്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയല്ല അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ അതിന് ക്ഷമിച്ചു മോളെ. ഏതായാലും ഈ ഒരു അവസ്ഥയില് അവളെവിടെ തനിച്ചാക്കിയിട്ട് പോരണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ നീ തിരിച്ചു പോണം. അവക്കതൊരു ആശ്വാസമായിരിക്കും. ഇല്ലമ്മേ, എനിക്ക് എന്റെ മോളോടൊപ്പം കുറച്ച് ദിവസം നിൽക്കണം. അവളെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അല്ല, അച്ഛനില്ലേ ഇവിടെ? അച്ഛൻ കുമാരകോലൂരെന്ന് പോയിരിക്കുക. ഇന്ന് രാത്രിയോ നാളെയോ ഇങ്ങെത്തും. അവളിന്ന് നേരത്തെ കിടന്നുറങ്ങി. എന്റെ ദേവി, ശ്യാമയുടെ കഥ സത്യം അറിഞ്ഞ എല്ലാം തകരുമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.